വൈറൽസ് 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 ഐ ലൈക്ക് വൈറൽ. സ്വന്തം വൈഫിനെ തന്നെ വൈറലാകാൻ വേണ്ടി വിട്ടു. ഈ നടിയെ പോലും നമ്മൾ പുറം ലോകം അറിയുന്നത്. വൈറലാവാൻ കയറിലേറുന്നവരുണ്ട്, വൈറലാവാൻ പോയി ഏറിലാകുന്നവരുണ്ട്. ഓം നമ ശിവായ. ഫെബ്രുവരി 20 എടതിരിഞ്ഞി പൂരം. 2 സൂര്യപുത്രന്മാർ വരുന്നു. അപ്പോൾ ആ മരത്തിൽ കയറി ഈ പാറമടയിലെ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്ത് അത് ഷൂട്ട് ചെയ്ത് വൈറലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാര്യയും ഭർത്താവും അങ്ങോട്ടേക്ക് ചെന്നു. അടിപൊളി. നമസ്കാരം, വായത്താളത്തിലേക്ക് സ്വാഗതം. വൈറൽസ് 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 ഐ ലൈക്ക് വൈറൽസ്. ഇതൊരു തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാറിന്റെ ഡയലോഗൊന്നുമല്ല. നമ്മുടെ ഇപ്പോഴത്തെ മൊബൈൽ യുഗത്തിലെ പുതുതലമുറയുടെ മനസ്സിലെ അവരുടെ ചിന്ത അല്ലെ അവരുടെ മന്ത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എങ്ങനെയെങ്കിലും വൈറലാകുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് വൈറൽ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ അല്ലെ തൊട്ടടുത്ത വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് മാതാപിതാക്കളും ബന്ധുക്കളൊക്കെ ചോദിക്കാറുണ്ട്, നിനക്ക് ആരാകാനാണ് ആഗ്രഹം? അപ്പോൾ അവർ പറയാറുണ്ട്, എനിക്ക് ഡോക്ടർ ആകാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആകാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ കളക്ടർ ആകാനാണ് ആഗ്രഹം. അങ്ങനെയൊക്കെ ഉത്തരം പറയാറുണ്ട്. ഈ അടുത്ത കാലത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയോട് അവൻ്റെ അച്ഛൻ ഇതുപോലെ ചോദിച്ചു, നിനക്ക് ആരാകാനാണ് ആഗ്രഹം? അപ്പോൾ അവൻ്റെ ഉത്തരം കേട്ട് ഈ അച്ഛൻ ഞെട്ടിപ്പോയി. അവൻ പറയുക, എനിക്ക് വൈറലാകാനാണ് ആഗ്രഹം. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ മന്ത്രം, വൈറലാകുക. വല്ല വിധേനയും വൈറലായാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് അധികവും. എന്തിന്? വൈറലാകാൻ വേണ്ടി എന്ത് സാഹസത്തിനും ചിലർ മുതിരും. എന്താ കുട്ടി മൂക്ക് പൊത്തി പിടിച്ചു വരുന്നേ? ചേട്ടൻ അവിടെ ഒരു പോസ്റ്റ് കണ്ടോ? അത് ഞാൻ കണ്ടില്ല. ഈ അടുത്ത് നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടി നാടും വീടും വിട്ട് വൈറലാകാൻ പോയി. എങ്ങോട്ടോ പോയി. അങ്ങനെ എവിടെയൊക്കെയോ അലഞ്ഞ് അവസാനം വൈറലായില്ല, പക്ഷെ വൈറലായി. ഈ വൈറലാകുന്നത് വൈബാണെന്ന് പറയുന്ന ഒരണ്ണൻ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഈ അടുത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? സ്വന്തം വൈഫിനെ തന്നെ വൈറലാകാൻ വേണ്ടി വിട്ടു. അവസാനം എന്തിനു പറയുന്നു? ഒരു വൈറൽ സ്റ്റാറിന്റെ കൂടെ ഈ വൈഫ് വൈബാകാൻ വേണ്ടി എങ്ങോട്ടോ പോയി. പക്ഷെ ഇപ്പം അണ്ണം പറയുന്നത് എന്താണെന്നറിയോ? വൈഫ് ഇല്ലാത്തത് ഭയങ്കര വൈബാണെന്നാണ്. അത് വൈറലല്ലേ? ഈ വൈറലാകാൻ പല കാരണങ്ങളാണ്. വൈറലാകാൻ വേണ്ടി കാരണങ്ങൾ കണ്ടെത്തുന്നവരുണ്ട്, തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വൈറലാകുന്നവരുണ്ട്. ട്രെയിനിന്റെ ഒപ്പം ഓടിയും പ്ലെയിനിന്റെ ഒപ്പം പറന്നും വൈറലാവുന്നവരുണ്ട്. പാട്ട് പാടിയും പാട്ട് പറഞ്ഞും വൈറലാവുന്നവരുണ്ട്. కళ్ళిల్లోనే అందా ఉంది మేమగబత్తి వామరబత్తి ఓ అందమా మామ ఓ అందవా మామ. വൈറലാവാൻ കയറിലേറുന്നവരുണ്ട്, വൈറലാവാൻ പോയി ഏറിലാകുന്നവരുണ്ട്. ഓം നമ ശിവായ. ഫെബ്രുവരി 20 എടതിരിഞ്ഞി പൂരം. 2 സൂര്യപുത്രന്മാർ വരുന്നു. അഴകിന്റെ തമ്പുരാക്കന്മാർ. 1 തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, 2 പ്രജോൺ മാഷ്. പൂരത്തിന് നേതൃത്വം നൽകാൻ പ്രജോൺ മാഷ്. തൃശൂരിന്റെ 2 മുത്തുകൾ ഒരുമിച്ച്. അതോടൊപ്പം തന്നെ വൈറലായി കഴിഞ്ഞാൽ എയർ പിടിച്ച് നടക്കുന്നവരുണ്ട്. ഗുഡ് ഈവനിങ്. ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് മടുത്തു, അതുകൊണ്ടാണ് സ്വല്പം വൈകിയത്. ഈ അടുത്ത കാലത്ത് തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് മാല വിൽക്കാൻ വന്ന ഒരു പെൺകുട്ടി ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു വൈറൽ ഗേളായി മാറി. പണ്ട് വിശ്വവിഖ്യാത ചിത്രം മൊണാലിസയ്ക്ക് ശേഷം ഇപ്പോൾ വൈറൽ ഗേളായി മാറിയ മൊണാലിസ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതറിഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ വൈറലാകാൻ നടക്കുന്ന പലരും ചാന്തും കൺമഷിയും പൊട്ടുമൊക്കെ ആയിട്ട് അടുത്ത കുംഭമേളയ്ക്ക് അങ്ങോട്ട് പോകാനായിരിക്കുന്നത് വൈറലാകാൻ. എങ്ങനെയാവോ എന്തോ. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഞാൻ അങ്ങ് സഹിച്ചു. ഇപ്പോൾ നമ്മുടെ സിനിമകളിൽ പോലും വൈറലാകാൻ വേണ്ടി ചിലത് ചെയ്യുന്നുണ്ട്. ചില സീനുകൾ, ചില പാട്ട് സീനുകൾ ഒക്കെ ഇതുപോലെ വൈറലാകാറുണ്ട്. ഇങ്ങനെയുള്ള ഈ പാട്ട് സീനുകളിലൂടെ ആയിരിക്കും ഈ സിനിമയെ, എന്തിന് ഈ നടിയെ പോലും നമ്മൾ പുറം ലോകം അറിയുന്നത്. നമ്മുടെ
നമ്മുടെ ഈ വൈറലാകാനുള്ള സാഹസികത പലപ്പോഴും അപകടങ്ങളിലേക്കാണ് പോകാറ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വലിയ പാറമടയുടെ മുകളിൽ ഒരു മരമുണ്ട്. അപ്പോൾ ആ മരത്തിൽ കയറി ഈ പാറമടയിലെ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്ത് അത് ഷൂട്ട് ചെയ്ത് വൈറലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാര്യയും ഭർത്താവും അങ്ങോട്ടേക്ക് ചെന്നു. അടിപൊളി. അപ്പോൾ ക്യാമറ റെഡിയായി. ഭർത്താവ് ഈ പാറ വഴി നേരെ മരത്തിന്റെ മുകളിലേക്ക് കയറി താഴേക്ക് ചാടി. അടിപൊളി. പക്ഷെ ഭാര്യയ്ക്ക് തൃപ്തിയായില്ല. ഒന്നുകൂടി നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ വീണ്ടും റീടേക്ക് എടുക്കാൻ ഭർത്താവ് വീണ്ടും ആ മരത്തിന്റെ മുകളിലേക്ക് കയറി. ഭാര്യ ക്യാമറ റെഡിയാക്കി പിടിച്ചു. ഭർത്താവ് വീണ്ടും ശക്തിയായിട്ട് പാറമടയ്ക്ക് താഴേക്ക് ചാടി. പക്ഷെ ഈ പ്രാവശ്യം വീണത് വെള്ളത്തിലേക്കല്ല, നല്ല ഒന്നാം തരം കരിങ്കല്ലിന്റെ മണ്ടയ്ക്ക്. അതും തലയും കുത്തി. പക്ഷെ വൈറലായില്ല, പടമായി. ജീവിതത്തിൽ റീടേക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വൈറലാകാൻ ശ്രമിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, സ്വന്തം ജീവിതം വെച്ച് വൈറലാകാൻ സാഹസികതയൊന്നും കാണിക്കരുത്. വൈറലാകുന്നത് അത് തനിയെ വന്നോളൂ. അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനും കൂടെ ഒന്ന് വൈറലായിക്കോട്ടെ. അപ്പോൾ പുതിയ പുതിയ വിഷയങ്ങളും വിശേഷങ്ങളുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങൾ ലൈഫ് ടൈം എന്ന ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.